ഹായ് CBSE സയൻസ് ട്യൂഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന ഫിസിക്സ് ചാപ്റ്റർ ആദ്യ ചാപ്റ്ററിനെ കുറിച്ചാണ്. പ്രധാനമായും വാട്ട് ഈസ് മോഷൻ, വിച്ച് ഡിറ്റർമൈൻസ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, വാട്ട് ഈസ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഞാൻ ആദ്യം ശ്രമിക്കേണ്ടത്. വാട്ട് ഈസ് മോഷൻ? മോഷൻ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഡിഫൈൻ മോഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? എന്താണ് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 7th സ്റ്റാൻഡേർഡിൽ മോഷൻ എന്നൊരു ചാപ്റ്റർ നമ്മൾ മോഷനെ കുറിച്ച് അല്പം പഠിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. When an object changes its position with respect to the time, the state is called motion. ഒരു വസ്തുവിൻ്റെ മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിൻ്റെ പൊസിഷൻ ടൈമിനനുസൃതമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ആ സ്റ്റേറ്റിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. അഥവാ ആ വസ്തുവിൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് റെസ്റ്റ് ആണെന്ന് പറയും. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈമിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായി ഒരു കുട്ടി നടക്കുന്നു, ഓടുന്നു, ഒരു ബോൾ റോൾ ചെയ്യുന്നു, ഇതുപോലെയുള്ള സംഭവങ്ങൾ. അതിൽ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ, അത് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ, സ്റ്റേറ്റിനെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാവുന്നതാണ്. ഉദാഹരണമായി വീഡിയോയിൽ കാണുന്ന കുട്ടികൾ ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയും. കാരണം അവരുടെ പൊസിഷൻ മാറുന്നില്ല. എന്നാൽ അവർ നടന്നു തുടങ്ങുമ്പോൾ, അതായത് അവർ മോഷനിലാകുമ്പോൾ അവരുടെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. വിച്ച് ഡിറ്റർമൈൻസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു വസ്തുവിൻ്റെ മോഷൻ, അതായത് ഒരു വസ്തു മോഷനിലാണോ അതല്ല അത് റെസ്റ്റിലാണോ എന്ന് നിർണ്ണയിക്കുന്നത് എന്താണ്? അതിനെ നമുക്ക് റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കാം. അതായത് ഏതൊരു വസ്തുവും ചലിക്കുമ്പോൾ, മോഷനിലാവുമ്പോൾ അതിനെ നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റൊരു വസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാളയുടെ പുറത്ത് കാക്ക ഇരുന്ന് കൊണ്ട് കാള ചുറ്റുന്ന സമയത്ത് കാളയെ അപേക്ഷിച്ച് കാക്ക റെസ്റ്റിലാണെന്നും, എന്നാൽ ആ കാള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിനെ അപേക്ഷിച്ച് കാക്ക മോഷനിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് ക്യാൻ ബി സേ with respect to another object. That object is called a reference point. ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റോ നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റൊരു വസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് എങ്കിൽ ആ മറ്റൊരു വസ്തുവിനെയാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ മോഷനും റെസ്റ്റും നമുക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്നത് റെഫറൻസ് പോയിന്റ് എന്ന ടേമാണ്. ഈ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അതിനോട് ആപേക്ഷികമായ മറ്റൊരു വസ്തുവാണ്. സൈക്കിൾ ഓടിക്കുന്ന പെൺകുട്ടി സൈക്കിളിനെ സംബന്ധിച്ച് റെസ്റ്റിലും, എന്നാൽ ആ ആൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ച് അത് മോഷനിലുമാണ്.